വെൽക്കം ടു ചലഞ്ച് ക്യാൻസർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ക്യാൻസർ അഥവാ ഉദര ആമാശയ ക്യാൻസറുകളെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ എന്നോടുകൂടിയുള്ളത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ സർജിക്കൽ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹനാണ്. ഡോക്ടർ ചന്ദ്രമോഹൻ, വെൽക്കം ടു ചലഞ്ച് ക്യാൻസർ. നമസ്കാരം. ലോവർ ജി എ ക്യാൻസറിലോട്ട് പോവുകയാണെങ്കിൽ ഈ ലോവർ ജി, നേരത്തെ നമ്മൾ അപ്പർ ജി എയുടെ ഡെഫിനേഷൻ പറഞ്ഞു, ലോവർ ജി എ ക്യാൻസറിൻ്റെ ഏത് അവയവം തൊട്ട് ഏത് അവയവം വരെയുള്ളതായിരിക്കും? അതെ, ലോവർ ജി ക്യാൻസർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്ന മലാശയവും അതോടൊപ്പം വൻകുടലുമാണ്. അപ്പം എന്നാൽ ഇതിനിടയ്ക്ക് ചെറുകുടലുണ്ട്. ചെറുകുടലിലെ ക്യാൻസറുകൾ സാധാരണഗതിയിൽ കുറച്ച് വളരെ കുറവാണ്. അപ്പം പ്രധാനമായിട്ടും മലാശയവും അതുപോലെ തന്നെ വൻകുടലുമാണ് ഈ ലോവർ ജി ക്യാൻസറിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് എത്ര സാധാരണമായിട്ട് കാണപ്പെടും? നമ്മുടെ നാട്ടിൽ വളരെയധികം സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തുള്ള PBCRൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആണുങ്ങളുടെ മൂന്നാമത് ക്യാൻസർ കോളറക്ടൽ ക്യാൻസറാണ്. ഏറ്റവും കൂടുതൽ ലങ്, ഓറൽ ക്യാൻസർ, 3 കോളറക്ടൽ ക്യാൻസർ. ഒരു 5 വർഷം മുമ്പ് സ്ഥിതി ചെയ്തതല്ലായിരുന്നു, 6-മോ 7-മോ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നു, പക്ഷേ അതിപ്പം കോളറക്ടൽ ക്യാൻസർ സ്റ്റൊമക്കിനെ കടത്തി വെട്ടുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ കോളറക്ടൽ ക്യാൻസറിൻ്റെ സംഖ്യ വളരെ കൂടുതലാണ്. അത് ലോകമെമ്പാടും ഈ പറഞ്ഞിട്ടുള്ള കോളറക്ടൽ ക്യാൻസറിൻ്റെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകമെമ്പാടും, പ്രത്യേകിച്ചും നമ്മുടെ ഡെവലപ്ഡ് നാഷൻസ്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് കേരളവും ഒരു ഡെവലപ്ഡ് നാഷനിൻ്റെ ഒരു ഇൻഡെക്സ് എങ്കിലും കേരളത്തിലുള്ള പല ക്യാൻസറുകളും നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു പാറ്റേൺ ആണ് കാണുന്നത്. അത് ഈ ഇൻഡസ്റ്റൈനൽ മെലിഗ്നൻസിയിലും കൊളറക്ടൽ ക്യാൻസറിൽ ആ പാറ്റേൺ തന്നെ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണം തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു. പ്രധാനമായിട്ടും നമ്മളെ ബോബൻ ഓർമ്മയുണ്ടാവും, നമ്മളൊരു ലാൻസെറ്റിൽ വന്ന ആർട്ടിക്കിളിൽ നമ്മൾ മറുപടി എഴുതുന്നുണ്ടായി. അപ്പോൾ അതിന് അവർ മറുപടി വന്നിരിക്കുന്നത് നിങ്ങളുടെ കേരളത്തിലെ ക്യാൻസർ കൂടുന്നതിന് കാരണം പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ കൂടുതൽ ജീവിച്ചിരിക്കുന്നു, മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വളരെ വലുതാണ്, അപ്പം മറ്റ് വിദേശ രാജ്യങ്ങളോട്ട് കമ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ അതായിരിക്കാം അതിനുള്ള കാരണം. അതും നമ്മൾ അപ്പർ ജിയറിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഭക്ഷണത്തിന് എത്രത്തോളം എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ്? അതെ, പ്രത്യേകിച്ച് എനിക്കൊന്ന് ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ ഭക്ഷണം മോശമാണെങ്കിൽ അതിൻ്റെ ഇൻസൾട്ട് ഏറ്റുവാങ്ങുന്ന പ്രധാനമായിട്ട് 2 അവയവങ്ങളാണ്. ഒന്ന് സ്റ്റൊമക്കും, 2 കുടലും, മലാശയവും. അപ്പം പ്രത്യേകിച്ചും സ്റ്റൊമക്കിലോട്ട് എനിക്കൊന്ന് ഭക്ഷണം ആദ്യം എത്തി കുറേ നേരം കെട്ടിക്കിടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറുകുടൽ വഴി പെട്ടെന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞ് മലാശയത്തിലും വൻകുടലിലും അത് ഒരു ദിവസത്തോളം ഭക്ഷണം തങ്ങി നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ സമയം ഭക്ഷണത്തിൻ്റെ എക്സ്പോഷർ കിട്ടുന്ന ഈ 2 അവയവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻസറുകൾ ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. പല മീറ്റിങ്ങുകളും ചെല്ലുമ്പോഴത്തേക്കിന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കുടൽ ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്. നമ്മൾ ഏത് മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് സാധാരണമായി നമ്മൾക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാനും ആ ചോദ്യം ജനങ്ങൾക്ക് വേണ്ടി ചിത്രം ചോദിക്കുന്നു, അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതിന് പൊറോട്ടയുമായിട്ട് എനിക്ക് തോന്നുന്നു, പൊറോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ മലയാളിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പെട്ടെന്ന് പണ്ട് നമ്മളെ വീടുകളിൽ ചോറും കറിയൊക്കെ കഴിക്കുന്ന സമയത്താണ് പൊരിച്ച കോഴിയും ചിക്കനെന്ന് പൊരിച്ച കോഴിയും ചപ്പാത്തി എന്ന് പറഞ്ഞൊരു ബോർഡിൽ കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊറോട്ടയും ഷവർമയൊക്കെ ആയി മാറി. അപ്പം അതിലിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം മോശമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടറികൾ, അതിനകത്തുള്ള പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ്, അത് പിന്നെയും ഓയിൽ റീഹീറ്റ് അതൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം പൊരിച്ച കോഴി വിൽക്കുന്ന ഒരു കടയിൽ അയാൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തിട്ട് ആ ഓയിൽ കളയുമെന്ന് ഊഹിക്കാൻ നമുക്ക് പറ്റില്ല, പ്രത്യേകിച്ചും ചെറിയ കടകളിലൊക്കെ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രധാന ഒരു കാരണമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? അതെ, ഇൻഡസ്ട്രിയൽ ക്യാൻസർ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 100-ൽ 90% ആൾക്കാർക്കും വരുന്ന ലക്ഷണം മലത്തിൽ കൂടെ ബ്ലഡ് പോവുക. ചില ബ്ലഡ് പോവുക, ചിലപ്പോൾ കുറച്ച് കളർ വ്യത്യാസം വന്നിട്ട് പോവുക. അപ്പം അതാണ് ഏറ്റവും പ്രധാനമായ സംഗതിയും. എന്നാൽ പിന്നെ അതല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രത്യേകിച്ച് മലാശയ ക്യാൻസറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റ് വ്യത്യാസം വരുന്നു. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദിവസം 1 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന ആൾ പെട്ടെന്ന് 2-3 പ്രാവശ്യം പോകാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോട്ട് വയറിളകി പോകുന്നു, അല്ലെങ്കിൽ മലം പോകുന്നില്ല. അപ്പം ആ ടോയ്ലറ്റ് ഹാബിറ്റിലുള്ള വ്യത്യാസം. നേരത്തെ നല്ലവണ്ണം മലം പൊക്കോണ്ടിരുന്നു, ഇപ്പോൾ അത്ര നല്ല ആ ഒരു ചേഞ്ച് ഉള്ള ആൾക്കാരും ഏത് രീതിയിലുള്ള ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലാശയത്തിൻ്റെ ക്യാൻസറും കുടലിൻ്റെ ക്യാൻസറും കണ്ടുപിടിക്കാനുള്ള ഒരു ഓൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊളോണോസ്കോപ്പിയാണ്. അപ്പോൾ അതിന് വിദ്യാലയം മലദ്വാരത്തിക്കോളെ നമ്മൾ ട്യൂബ് കടത്തിവിട്ട് എൻഡോസ്കോപ്പി ചെയ്യുന്ന വായിക്കോളെ കടത്തിവിടുന്ന പോലെ തന്നെ മലദ്വാരത്തിക്കോളെ ട്യൂബ് കടത്തിവിട്ട് നോക്കുന്ന കൊളോണോസ്കോപ്പിക് എക്സാമിനേഷൻ. അത് പ്രധാനമാണ്. അതാണ്
ഈ ഞാൻ ഈ ലക്ഷണങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കും. റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന, അതായത് വലതുവശത്തുണ്ടാകുന്ന കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറും ഇടതുവശത്തുണ്ടാകുന്ന ക്യാൻസറും അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? അതിപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ചെറിയ വ്യത്യാസം പറഞ്ഞാൽ ഇപ്പം ഇടതുവശത്തുള്ള ക്യാൻസറുകളുടെ ലക്ഷണം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഈ കുടലിന് തടസ്സമായിട്ടും മറ്റുമൊക്കെ വരും. അതുപോലെ ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് വരും. അപ്പം വലതുവശത്തുള്ള ക്യാൻസർ തടസ്സമായിട്ട് വരുന്ന അപൂർവമാണ്. അത് മിക്കവാറും വരുന്നത് നമുക്ക് ബ്ലഡ് ലോസും അനീമിയമായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസിനെ പറ്റി പറഞ്ഞു. അതിന് നമ്മളൊരു കൊളോണോസ്കോപ്പിക് എക്സാമിനേഷൻ നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു ബയോപ്സി എടുക്കുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് അഡിനോകാർസിനോമ എന്നുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. അവിടെ വേറെ ക്യാൻസറുകൾ വളരെ കുറവാണ്, മാത്രമേ ഉള്ളൂ. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. മറ്റേതെല്ലാം ക്യാൻസറുകൾ വളരെ റെയർ ആയിട്ട് ലിംഫോമാസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ മെജോറിറ്റി ക്യാൻസേഴ്സും ഒരു 99% നമുക്ക് വരാതെ അഡിനോകാർസിനോമ തന്നെയാണ് വരുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സ്റ്റേജിങ് ചെയ്യുന്നത്? സ്റ്റേജിങ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം വഴി പോകണം. അതിൽ നമ്മൾ ബയോപ്സി കഴിയുന്നു. അതിനുശേഷം ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് CA എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കർ നമ്മൾ നോക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് CT സ്കാനാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഇതിന് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, വേറെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും വ്യാപിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും നമ്മൾ ചികിത്സ? സർജറി എങ്ങനത്തെ സർജറി? പ്രധാനമായിട്ടും കുടലിൻ്റെ ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചെയ്യേണ്ട ചികിത്സ സർജറിയാണ്. അപ്പോൾ അത് വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടില്ലെങ്കിലും അതിലെ അത്യാവശ്യം അടുത്തുള്ള ഭാഗങ്ങൾ സർജറി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സിഗ്മോയിഡിൻ്റെ ക്യാൻസർ അവിടെ പോയി യൂറിനറി ബ്ലാഡറിൽ നിന്ന് ടച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുടലിൻ്റെ ക്യാൻസർ ചെറുകുടലുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ സർജറിക്ക് മുതിർന്നാൽ തെറ്റൊന്നുമില്ല. അപ്പം അതിനുശേഷം നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി വേണോ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കോളോൺ ക്യാൻസറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗുകളുടെ ഉപയോഗമാണ്, കൊളോസ്റ്റമി ബാഗ്. അതിനെ പറ്റി എന്താണ് ാളും കൂടുതൽ വരുന്ന റെക്ടൽ ക്യാൻസർ. കോളോണിൽ എമർജൻസി ആയിട്ട് വരുമ്പോഴത്തേക്കും കോളോണിൽ എമർജൻസി ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമുക്കിപ്പം കുടലിൻ്റെ ക്യാൻസറിൻ്റെ അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ അതിനൊരു ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ എമർജൻസി സ്ഥിതി മാറിയതിന് ശേഷം അത് പലപ്പോഴും തിരിച്ച് ആക്കാൻ നമുക്ക് പറ്റാറുണ്ട്. റെക്ടൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ അത് തിരിച്ചാക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല, പെർമനന്റ് കൊളോസ്റ്റമിയിലേക്ക് നീളും. ഒരു കാര്യം ഞാൻ നേരത്തെ ചോദിക്കാൻ പറഞ്ഞത്, ഈ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജനിതകമായിട്ടുള്ള ചില ഫാക്ടേഴ്സ്, അതായത് FAP, HNPCC എന്ന് പറഞ്ഞിട്ടുള്ള ചില ജനിതക കാരണങ്ങൾ കൊണ്ട് കുടലിലെ ക്യാൻസർ വരിക എന്ന് പറയും. അതിനെപ്പറ്റി കുറച്ചൊന്ന് വിശദീകരിക്കും. അത് പ്രധാനമായിട്ടും നമ്മൾ എന്നെ വളരെയധികം ദുഃഖിതനാക്കുന്ന ഒരു സംഗതിയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു 10-20 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്ത പല രോഗികളുടെയും കുടുംബത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ക്യാൻസറുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഇളയ സഹോദരന്മാരായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് കേരളത്തിലെ കുറേ കുടുംബങ്ങളിലെങ്കിലും ഈ പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. അപ്പോൾ അതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പല ക്യാൻസറുകളും കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിൻ്റെതായ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫാമിലിയൽ പോളിപ്പോസിസ് FAP കുടൽ മുഴുവനും ചെറിയ ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ ഇരിക്കും, ആയിരക്കണക്കിന് കുമിളകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് നമുക്ക് FAP ജീൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ HNPCC എന്ന് പറയുന്ന വേറൊരു തരം അത്രയും കുമിളകൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ടെസ്റ്റ് നടത്തണം. അപ്പോൾ അത് നടത്തുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫാമിലിയിലുള്ള മറ്റാൾക്കാരെയും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അവർക്ക് സെയിം മ്യൂട്ടേഷൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ കുടൽ ക്യാൻസറും ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല, പക്ഷേ ചില ഗ്രൂപ്പിൽ ഒരു 10% 15% നമുക്ക് ആ ഒരു ക്ലസ്റ്ററിംഗ് ഉണ്ട്. ഒരു ഫാമിലിയിൽ അവരുടെ ഹിസ്റ്ററി നമുക്കറിയാം. ഒരു വീട്ടിൽ അച്ഛന് വന്നു ക്യാൻസർ, അച്ഛൻ്റെ അനിയന് വന്നു, അങ്ങനെയൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ജനറ്റിക്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ക്യാൻസർ ചികിത്സിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജനറ്റിക് സ്ക്രീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഒരു ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനമായ സംഗതിയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനതയുടെ ഒരു അവകാശമാണ്. അതൊരു കേരളം മുഴുവൻ അത് ഒരു വലിയ രീതിയിൽ വരേണ്ട അത്യാവശ്യമാണ്. മറ്റ് ക്യാൻസറുകൾ അപേക്ഷിച്ച് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ പോലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് കോളോൺ ക്യാൻസർ. ഇപ്പോൾ നമ്മളിപ്പോൾ ലങ് ക്യാൻസറോ അങ്ങനത്തെ ചില ക്യാൻസർ എടുക്കുകയാണെങ്കിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ കോളോൺ ക്യാൻസർ ഉണ്ടാകുന്നത് ലിവറിലോട്ടാണ് സാധാരണയായിട്ടും. ആ ഒരു സ്റ്റേജ് അതായത് അഡ്വാൻസ് സ്റ്റേജിൽ പോലും നമുക്ക്, അതായത് ലിവറിൻ്റെ ശസ്ത്രക്രിയയും ചെയ്ത് കുടലിന് ശസ്ത്രക്രിയയും ചെയ്ത് രോഗിയെ നമുക്ക് ഒരു 30 മുതൽ 40% വരെയെങ്കിലും രോഗികളെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതിനെപ്പറ്റി കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ലിവറിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പണ്ടത് നമ്മൾ വിചാരിച്ചിരുന്നത് പിന്നെ ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ലിവറിലേക്ക് ഉള്ള ബാധിക്കുന്നതൊക്കെ അതിൻ്റെ ഓപ്പറേഷൻ, കുടലിൻ്റെ ഓപ്പറേഷൻ്റെ കൂടെയോ അല്ലാതെയോ ചെയ്തതിന് ശേഷം ഒരു ക്യൂർ റേറ്റ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ ഒരു 50-60% വരെ ക്യൂർ റേറ്റ് ഉണ്ട്. 30-40 അല്ല,
60 കൂടുതൽ സെക്യൂർ ആയിട്ട് 5 വർഷം ജീവിച്ചിരിക്കുന്ന രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സാധാരണമാണ്. അപ്പം പ്രത്യേകിച്ചും ഈ പല രീതികൾ, അതായത് കുറച്ച് കീമോതെറാപ്പിയും സർജറിയും ഒക്കെ കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതിയിൽ കൊണ്ടുവരും. പക്ഷേ നമുക്ക് ലിവറിലുള്ള അസുഖത്തിന് കുറച്ച് കൊണ്ടുവരാനും അങ്ങനെ സർജറി ചെയ്യാനും പറ്റും. മാത്രമല്ല, ഇപ്പം ലിവറിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ലിവറിൻ്റെ ഒരു 20-30% ലിവറെങ്കിലും, ഹെൽത്തി ആയിട്ട് ലിവറെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിക്ക് അത്യാവശ്യമായിട്ട് ബാക്കി നിൽക്കണം. അപ്പോൾ അത് നിലനിർത്താനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ടെക്നോളജി ഉണ്ട്. അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോർട്ടൽ വെയിൻ എംബോളൈസേഷൻ, ഹെപ്പാറ്റിക് ആർട്ടറി എംബോളൈസേഷൻ ഒക്കെ ചെയ്തിട്ട് ഈ ലിവറിൻ്റെ ട്യൂമറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യുന്നതിനും ലിവറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടുന്നതിനും അങ്ങനെ വികസിപ്പിക്കുന്നതിനും പറ്റും. അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നൊരു സ്ട്രക്ചേർഡ് പ്ലാനിൽ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു പങ്ക് രോഗികൾക്കും ശസ്ത്രക്രിയ വഴിയും കീമോതെറാപ്പി വഴിയും ഒക്കെ അത് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും. പൈൽസിന്റെ ബ്ലീഡിങ്ങും ക്യാൻസറിന്റെ ബ്ലീഡിങ്, അത് രണ്ടും തമ്മിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വ്യത്യാസം അത് തിരിച്ചറിയാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഉണ്ട്, സിംറ്റംസ് ഒക്കെ അറിയാൻ പറ്റും. കാരണം എപ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്, മലം പാസ് ചെയ്യുന്ന സമയത്താണ് വരുന്നത്, അല്ലാത്തപ്പോഴാണ് വരുന്നത്, ഫ്രഷ്, അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് പൈൽസുള്ള എല്ലാ രോഗികളും അറ്റ്ലീസ്റ്റ് ഒരു കൊളോണോസ്കോപ്പിയെങ്കിലും ചെയ്ത് അസുഖമില്ലെന്ന് ഉറപ്പുവരുത്തുന്നത്. കാരണം പൈൽസിന്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ റെക്ടൽ ക്യാൻസറും കാണും. എന്തുകൊണ്ട് റെക്ടവും ഇതൊരു ഒരു അവയവത്തിൻ്റെ അവസാന ഭാഗമാണെങ്കിലും ഇതും വൻകുടലും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വ്യത്യാസമുണ്ട്? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പബ്ലിക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെക്ടൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും കോളൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും നല്ല വ്യത്യാസമുണ്ട്. അതിലെ പ്രധാന വ്യത്യാസം മാത്രമല്ല, ആ രോഗിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഈ റെക്ടൽ ക്യാൻസർ, നേരത്തെ നമ്മൾ സ്റ്റോമയെക്കുറിച്ച് സൂചിപ്പിച്ചു, റെക്ടൽ ക്യാൻസറിൻ്റെ ഒരു പരിണിത ഫലമാണ് സ്റ്റോമ എന്ന് പറയുന്നത്. അപ്പം റെക്ടൽ ക്യാൻസർ വരുന്ന ഒരു രോഗികളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിനും ഒരു പക്ഷേ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പം സ്ഥിരമായിട്ടോ ഒക്കെ തന്നെ ഈ സ്റ്റോമ വഴി ബാഗ് വഴി വെക്കേണ്ടത് ഒരു പാത്വേയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സിവിയറായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സ്റ്റോമ വയ്ക്കാത്ത രോഗികളെ സംബന്ധിച്ചിട്ടും, കാരണം ഈ മലാശയം എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ഈ താഴത്തെ ഈ മലാശയത്തെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഉണ്ട്. അപ്പം അതും നമ്മുടെ ക്യാൻസറും തമ്മിൽ പലപ്പോഴും വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഈ മലാശയത്തിലുള്ള ക്യാൻസർ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ മസിലിനൊക്കെ കുറച്ച് ക്ഷതം സംഭവിക്കാം. അപ്പോൾ അതിനുശേഷമുള്ളൊരു സ്ഥിരം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗ് വെക്കേണ്ടാത്ത രോഗികളിൽ പോലും ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും കൺട്രോൾ ഇല്ലാതെ മലം പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം പലപ്പോഴും രോഗികൾ ബാഗ് വെക്കുന്നതിനെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്ന രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ മലം നിൽക്കാതെ പോകുമ്പോഴത്തേക്കും തിരിച്ച് ബാഗ് വെപ്പിക്കാനായിട്ട് വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീരെ താഴെയുള്ള ക്യാൻസറുകളിൽ ബാഗ് വെച്ചില്ലെങ്കിൽ തന്നെ, വെക്കാതെ ഇരുന്നാൽ തന്നെയും ഒരുപക്ഷെ ഈ കോണ്ടിനൻസ് കുറയുകയും അത് കാരണം നിയന്ത്രണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന്, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ പ്രധാനം. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ RCC ചില പഠനങ്ങൾ വരെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയത് ഈ ബാഗ് വയ്ക്കുന്ന രോഗികൾ ആദ്യം കുറച്ചൊരു അപ്സെറ്റ് ആവുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇൻകോണ്ടിനൻസ് ഇല്ല. അതേസമയം ഇപ്പം ചില ജോലികൾ, അപ്പോൾ ഉദാഹരണം ഡ്രൈവറുടെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളിന് ഈ ബാഗ് വയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് പക്ഷേ വളരെ പ്രശ്നമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട് വിദേശ രാജ്യങ്ങളെ പോലെ അല്ല. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഏത് സ്ഥലത്ത് തിരിഞ്ഞാലും ഏത് ജംഗ്ഷനിൽ പോയാലും ഒരു 10-20 ടോയ്ലറ്റുകൾ കാണും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത്തരം ഇഷ്യൂസൊന്നും അവർക്ക് ഇഷ്യൂ അല്ല. അതേസമയം ഒരു മൈലുകൾ പോയാലും ഒരു ടോയ്ലറ്റ് കാണാത്ത നമ്മുടെ രാജ്യത്ത് ഒരു ഇൻകോണ്ടിനൻസ് ഉള്ള രോഗിയെ സംബന്ധിച്ചിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റി നടത്തുക എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫാക്റ്റാണ് റെക്ടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാനമായ സംഗതി. ഇതിൻ്റെ ചികിത്സ കോളോണുമായിട്ട് എങ്ങനെയാണ്? രണ്ടാമത്തെ ഡിഫറൻസ് ഞാൻ പറയുന്നത് ചികിത്സയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ റേഡിയേഷന് വളരെ ശക്തമായൊരു പങ്കുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ തീരെ തുടക്കത്തിലുള്ള ക്യാൻസറുകൾ നമ്മളെ സംബന്ധിച്ച് RCCയിലോ അല്ലെങ്കിൽ കിംസിലോ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥാപനങ്ങളിലോ ഇന്ത്യയിലെ സ്ഥാപനങ്ങളിലൊക്കെ വളരെ തുടക്കത്തിലുള്ള ക്യാൻസർ നമ്മൾ ഓൾമോസ്റ്റ് കാണുന്നേ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ക്യാൻസറുകളും, ഒരു 100% ക്യാൻസറുകളും ചികിത്സിക്കുന്നത് ഈ സർജറി, റേഡിയേഷൻ എന്നിങ്ങനെ. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. അതാണ് ആദ്യത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ, റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷന് മുമ്പ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വഴി പലപ്പോഴും RCC പോലുള്ള സ്ഥാപനങ്ങളിലെ MDTകളിൽ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ഇത് ഒരു T3 അല്ലെങ്കിൽ N+ ആണെങ്കിൽ ഈ പേഷ്യൻ്റ് ആദ്യം റേഡിയേഷന് പോകും. അത് വളരെ പ്രധാനമാണ്.
അപ്പോൾ അപ്പോൾ റേഡിയേഷൻ പലതുണ്ട്. അപ്പോൾ ചില ഷോർട്ട് കോഴ്സ് ഉണ്ട്, ലോങ് കോഴ്സ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും ഈ രോഗി ശസ്ത്രക്രിയയ്ക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കീമോതെറാപ്പിക്കും പേഷ്യൻ്റ് പോയെന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ ഒരു 3 രീതികളും ഇവിടെ പ്രധാനമാണ്. എന്നാൽ കുടലിലെ ക്യാൻസറിനെ സംബന്ധിച്ചിട്ട് റേഡിയേഷൻ അത്ര വലിയ റോൾ വരുന്നില്ല. ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇത് നമ്മൾ ഇവിടെ റേഡിയേഷന് കൂടുതൽ റോള് വരാനുള്ള റീസൺ പ്രത്യേകിച്ച് എന്തെങ്കിലും? അതിലൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ളൊരു ക്യാവിറ്റിയിലാണ്. അപ്പോൾ ആ ക്യാവിറ്റിയിൽ ഒരു ക്യാൻസറിൻ്റെ അംശം പോലും ഉണ്ടാകാതിരിക്കണം. അപ്പം കുടൽ ക്യാൻസർ സംഭവിക്കുന്ന വലിയ വയറ്റിനകത്താണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു വൈഡ് സ്പ്രെഡ് ഏരിയയിൽ നമുക്ക് ആക്യുറേറ്റ്ലി നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാൻ എളുപ്പമാണ്. എന്നാൽ താഴെ രക്തത്തിലോട്ട് ചെല്ലുന്നതോടെ അതൊരു വളരെ നാരോ ഏരിയയാണ്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് വേറൊരു കൺസേൺ ഉള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും പേഷ്യൻ്റെ താഴെ കൂടെ മലം പാസ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതനുസരിച്ച് സ്ഫിങ്ക്ടർ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ഈ അവിടെ മലാശയത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല. ഭയങ്കര നാരോ സ്പേസിനകത്താണ് ഈ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് റേഡിയേഷൻ കൊണ്ട് അത് ചുരുക്കി അത് ശസ്ത്രക്രിയയ്ക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ക്യാൻസറിൻ്റെ അംശങ്ങൾ കരിച്ചു കളയുക എന്നുള്ള 2ാമത്തെ കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അത് പിന്നെ ക്യാൻസർ വരാതിരിക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും. അതായത് രക്തത്തിലുണ്ടാകുന്ന നമ്മൾ ആദ്യം റേഡിയേഷൻ കൊടുത്ത ട്യൂമറിൻ്റെ സൈസ് ചുരുക്കിക്കൊണ്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ചുരുക്കിയാലില്ലെങ്കിലും അതിന് ചുറ്റും അത് ആ ക്യാൻസർ റേഡിയേഷൻ നമ്മുടെ അവിടെയുള്ള ക്യാൻസർ സെൽസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സഹായിക്കും. പറഞ്ഞു ഇപ്പോൾ 2 തരത്തിലുള്ള സർജറി ഉണ്ട്, ബാഗുള്ള സർജറിയും ബാഗ് ഇല്ലാത്ത സർജറിയും. അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? ഏതൊക്കെ രോഗികൾക്കായിരിക്കും ബാഗ് പെർമനൻ്റ് ആയിട്ടൊരു കൊളോസ്റ്റമി ബാഗ് വേണ്ടി വരുന്നത്, ആർക്കൊക്കെ ആയിരിക്കും ബാഗ് വേണ്ടാതെ വരുന്നത്? ഇത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ സമയത്ത് നമ്മൾ കുറച്ച് കാലികമായിട്ട് മാറുന്നൊരു ഉത്തരമാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ചോദിക്കാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 2018 ആണ്ടിൽ നമുക്ക് ഈ വരുന്ന റെക്ടൽ ക്യാൻസറുകൾ സാധാരണ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, റെക്ടൽ ക്യാൻസറിൻ്റെ ഈ ബാഗ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഏനൽ വെർജിൻ എന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. എന്നാൽ ഇന്ന് നമുക്ക് പറയുകയാണെങ്കിൽ 2018 ആണ്ടിൽ വരുന്ന എന്നാൽ അത്ര കൂടുതലല്ലാത്ത സ്റ്റേജിലുള്ള റെക്ടൽ ക്യാൻസർ ഒരുമാതിരി എല്ലാ രോഗികൾക്കും ബാഗ് ഇല്ലാതെ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർസ്ഫിങ്ക്ട്രിക് സർജറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. ആ ശസ്ത്രക്രിയയുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻകോണ്ടിനൻസ് ആണ്. അപ്പം നമുക്ക് ഇൻ്റർസ്ഫിങ്ക്ട്രിക് ശസ്ത്രക്രിയ ചെയ്ത് ബാഗ് ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ട് കുറച്ച് കോണ്ടിനൻസ് സഹിക്കണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതല്ല നമുക്ക് ബാഗ് വെച്ചുള്ള ശസ്ത്രക്രിയ ചെയ്തിട്ട് നമുക്ക് സൊസൈറ്റിയിൽ തിരുവനന്തപുരത്തൂടെയും കോഴിക്കോടുകൂടെയും മലപ്പുറത്തൂടെയും റോഡിൽ ഇറങ്ങി നടക്കണോ എന്നുള്ളതാണ് 2ാമത്തെ ചോദ്യം. നേരെ മറിച്ച് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് മോശമായാലും കുഴപ്പമില്ല, എനിക്ക് ഇൻ്റർസ്ഫിങ്ക്ട്രിക് മതി എന്ന് പറയും. പക്ഷേ അവർക്കത് പറയാൻ പറ്റും, അവരുടെ സർക്കംസ്റ്റൻസ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസ്ഫിങ്ക്ട്രിക് റിസെക്ഷനും ലോ റെക്ടൽ ക്യാൻസറും ചെയ്യുന്ന രോഗി ഒരു പക്ഷേ ദിവസത്തിൽ ഒരു 6 തവണ മുതൽ 24 തവണ വരെ ടോയ്ലറ്റിൽ പോയിട്ട് വരും. അപ്പോൾ അങ്ങനെ മതി എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് മതി. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പ്രയാസമാണ്. അതെന്നാൽ ഇതിന് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് രോഗിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യം. രോഗി അറിയണം, രോഗി എന്താ ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ ഈ ബാഗ് വേണ്ടാന്ന് പറയുന്ന രോഗി ബാഗ് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ അറിയണം. അതുപോലെ ബാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എങ്ങനെ നിങ്ങൾ ഇതിന് വേണ്ട ഈ ബാഗ് എങ്ങനെ മാറ്റും, അതിനുള്ള ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതിന് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ള, പ്രത്യേകിച്ച് സ്റ്റോമ വെച്ച രോഗികളെ അടുത്തുള്ള ഒരു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു മേഖലയാണ് സ്റ്റോമ കെയർ. എന്നാൽ പല സ്ഥലങ്ങളിൽ ഈ സ്റ്റോമ കെയർ വളരെ അഡ്വാൻസ്ഡ് ആണ്. മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസർ, ഏനൽ കനാൽ ക്യാൻസർ, ഇതിൻ്റെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങും പറഞ്ഞു അവസാനത്തിൽ എത്ര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ മലദ്വാരത്തിലുണ്ടാകുന്ന ഏനൽ കനാൽ ക്യാൻസർ? മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, എന്നാലും ഉണ്ട് താനും. അപ്പം അതിൻ്റെ ചികിത്സ കുറേ വ്യത്യാസമാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ പ്രധാന ശസ്ത്രക്രിയകളുപരി റേഡിയേഷനാണ് കൂടുതലായിട്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകാം. ആ ക്യാൻസറിൻ്റെ സ്വഭാവത്തിൽ പല രീതിയിലും വ്യത്യാസം വരാം, അതിൻ്റെ ചികിത്സയിലും വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ മോഡേൺ ഓൺകോളജി പ്രാക്ടീസിൽ നമുക്ക് വളരെ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പല രോഗികളെയും നമുക്ക് അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറായിട്ട് GI ക്യാൻസറിലോട്ട് നമുക്ക് ഇന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുടലിൻ്റെ ക്യാൻസറൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ സർവൈവൽ എനിക്ക് തോന്നുന്നു 70-80% ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് ക്യാൻസറിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച ഡോക്ടർ ചന്ദ്രൻ മോഹന് ചലഞ്ച് ക്യാൻസറിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.